നമുക്കിന്ന് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടർക്കിഷ് വെജ് ആൻഡ് എഗ്ഗ് പാൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ടർക്കിഷ് റെസിപ്പിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല, നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ? വെൽക്കം ടു നെഞ്ചൂസ് വേൾഡ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓയിൽ ഒഴിക്കാൻ പാടില്ല, ബട്ടർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മഷ്റൂമാണ്. അപ്പോൾ മഷ്റൂം ഒന്ന് ഇട്ട് കൊടുക്കുക. മഷ്റൂം ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കാതെ തന്നെ നമ്മളതൊന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ വാട്ടർ ഒന്ന് വറ്റുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി, അപ്പോൾ ബ്രോക്കോളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബ്രോക്കോളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് മഷ്റൂമിനും ബ്രോക്കോളിക്കും വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ആ വെള്ളം ഒന്ന് വെളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഇതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് ഒരു അടപ്പ് വെച്ച് അടച്ച് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ക്രീമായിട്ടിരിക്കുന്ന തൈരാണ് കേട്ടോ. അപ്പോൾ തൈരിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല, പുളി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തൈര് വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് ചായ അരിക്കുന്ന അരിപ്പെല്ലാം മറ്റേ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വാർത്തി കളയുക. അതിനുശേഷം ആ ക്രീം മാത്രമായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി ക്രീമായിട്ടിരിക്കുന്ന തൈര് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. മുളക് പൊടിയല്ല, ചില്ലി ഫ്ലെക്സ് തന്നെ വേണം. ചില്ലി ഫ്ലെക്സ് ഇടുക. അതിനുശേഷം ഈ തൈരിന് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഒരു 1/2 സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന ഓരോ സാധനത്തിന് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്രോക്കോളിയും മഷ്റൂമും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇനി എന്താ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ ഇതുവരെ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സ് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് കൂട്ടി വെക്കുക കേട്ടോ. ആ വെളുത്തുള്ളി മഷ്റൂമും ആ ബ്രോക്കോളിയും ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ മെയിനായിട്ടുള്ളത് 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ആ മുട്ട ഉണ്ണി പൊട്ടാതെ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല, ഉണ്ണി പൊട്ടാതെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉണ്ണി പൊട്ടാതെ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് അനക്കാൻ പാടില്ല. അനക്കാതെ തന്നെ അതിൻ്റെ മേലിൽ വീണ്ടും ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം, ഒരു ബുൾസേ പരുവം ആവുന്നത് വരെ കേട്ടോ. അപ്പോൾ അതൊന്ന് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊരു ബുൾസേ പരുവം, ഉണ്ണി ഒന്ന് പൊട്ടാതിരിക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് നമ്മൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ മേലല്ല, പച്ചക്കറിയുടെ മേലാണ് കേട്ടോ. ആ വെജിറ്റബിൾസിൻ്റെ മേലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2-3 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും അതൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ മുട്ടയിലും തൈരിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സ് നമുക്ക് മേളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 2-3 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ മുട്ടയുടെ ആ ഉണ്ണി എന്ന് പറയുന്നത് ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ആയിട്ടല്ല കേട്ടോ ഇരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് വെന്ത ഒരു പരുവാണ് കേട്ടോ അതിന് വേണ്ടത്. എന്നാൽ ഒരുപാട് വെന്ത് പോവാനും പാടില്ല. ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മളത് വാങ്ങി വെക്കണം. അപ്പോൾ നമ്മുടെ ടർക്കിഷ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.